ശ്രീ റെജി ലൂക്കോസ്, ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. പുകഴ്ത്തുന്നവർക്കൊപ്പം സർക്കാർ ഉണ്ടാകും, അത് എന്ത് ആരോപണം വന്നാലും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമെന്നൊരു സന്ദേശം പല ഘട്ടങ്ങളിലായി സർക്കാർ നൽകുന്നില്ലേ? ഇപ്പോൾ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് DGP തന്നെ ഒരു ശുപാർശ അങ്ങോട്ട് നൽകുകയാണ്, കേസ് എടുക്കാമെന്നുള്ള ശുപാർശ. അത് എന്താണ്? അതേ പോസ്റ്റിൽ തന്നെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെതിരെ മൊഴി നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി തള്ളുകയും ആ പരാതി നൽകിയ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പരാതിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുകയാണ് സർക്കാർ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടിട്ടുള്ള റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഒപ്പുവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവ്യ SIയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണം. അപ്പോൾ നിങ്ങൾ പുകഴ്ത്തു, വാനോളം പുകഴ്ത്തു, ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊസിഷൻ ഉണ്ടാകും, നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല, ഇതാണോ മെസ്സേജ്? അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരല്പസമയം തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ഈ ചർച്ചയിൽ അവർക്കുള്ള മറുപടി പറയേണ്ടത്. ഇവിടെ ശ്രീകുമാർ സാറെല്ലാം പറഞ്ഞു, ബഹുമാനപ്പെട്ട ശബരിനാഥ് തൻ്റെ ഭാര്യയെ തള്ളി പറഞ്ഞത് എത്ര മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണമാണിത്. ദിവ്യയുടെ അഭിനന്ദനം സതുദ്ദേശപരം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രീകുമാർ സാറിന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അറിയാം. പക്ഷേ വീഴ്ച പറ്റിയിട്ടുണ്ട്, അദ്ദേഹം പറയാൻ നിർബന്ധിതനാണ്. ഇനി ഒന്നുകൂടെ പറയാം. അതായത് രാധാകൃഷ്ണൻ മിനിസ്റ്റർ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയത് അദ്ദേഹം ഈ ശബരിനാഥും അദ്ദേഹത്തിൻ്റെ കുഞ്ഞും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഈ ദിവ്യ SI എന്ന് പറഞ്ഞ ഭാര്യയോടൊപ്പമില്ലേ, അവരെ വളരെ മോശമായിട്ട് ഒരു പക്ക സ്ത്രീവിരുദ്ധതയുടെ പേരിൽ അവരെ വേട്ടയാടിയപ്പോൾ ശബരിനാഥ് എന്ന് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ വേട്ട എന്ന് പറയുന്ന ശബരിനാഥിനെതിരെ ഞാനിന്നെ ഫേസ്ബുക്കിൽ അത് കുറിച്ചിട്ടുണ്ട്. ശബരിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ 2 തവണ MLA ആയിരുന്ന, അത്യാവശ്യം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത, കേരളത്തിലെ യുവത്വത്തിന് ഒരു കാലത്ത് പ്രചോദനം നൽകിയ G. കാർത്തികേയൻ്റെ മകനാണ്. ആ മകനെതിരെയാണ് ഇവരുടെ വേട്ടയാടൽ നടക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം പറയാം. ദിവ്യ SIയെ പുകഴ്ത്തിയെന്ന ദിവ്യ SI ആരെയാണ് പുകഴ്ത്തിയെ? അത് KK രാധാകൃഷ്ണന് രാഷ്ട്രീയ സ്ഥാനലബ്ധിക്ക് അനുകൂലമായിട്ടൊരു വാക്കവർ പറഞ്ഞിട്ടുണ്ടോ? KK രാഗേഷ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുമ്പോൾ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സുതാര്യതയെക്കുറിച്ച് അവർ പറഞ്ഞു. അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാവുന്ന ഒരു വസ്തുത, അമിതാഭ് കാന്ത് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആദരവ് നേടിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥരെ. കാരണം ആധുനിക ലോകത്തിൻ്റെ പരിച്ഛേദമായിരുന്നു ആ കാലം മുതൽ ഇന്നും. അദ്ദേഹം അക്കാലത്ത് ടൂറിസത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മയിരിക്കുന്നത്. അന്ന് ആ മന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതുകളിലുണ്ട്, അറിയാം. ഇനി ഇത് കൂടാതെ കണ്ട് അദ്ദേഹം കേന്ദ്ര സർവീസിൽ പോയി കേന്ദ്രത്തിലെ ഏറ്റവും ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള ആദരവ് ലഭിച്ചുകൊണ്ട് ഇപ്പോഴും ഡെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളുണ്ട്. G20 സമ്മേളനം കൊമരോത്ത് നടന്നപ്പോൾ അതിന് കോർഡിനേറ്റർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഈ വാണിജ്യപരമായിട്ട് മറ്റു കാര്യങ്ങളിൽ നേടുന്ന നേട്ടത്തെക്കുറിച്ചും ഇന്ത്യയുടെ ടൂറിസം മേഖലയിൽ വന്ന കുതിപ്പിനെക്കുറിച്ചും അദ്ദേഹം പുകഴ്ത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഇടതുപക്ഷക്കാരും BJP സർക്കാരിനെ പുകഴ്ത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അത് അന്തർദേശീയ തലത്തിൽ ഉയർന്നൊരു ശബ്ദമാണ്. അതുപോലെയാണ് ദിവ്യ SI എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തിൻ്റെ യുവത്വത്തിൻ്റെയും ഈ ആധുനിക കേരളത്തിൻ്റെ മുഖമായ IAS ഉദ്യോഗസ്ഥരിൽ ഒരു ലേഡിയെ, ഒരു വനിതാ IAS ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇന്ന് K. മുരളീധരൻ പറഞ്ഞ വാക്ക് സ്ത്രീവിരുദ്ധത എന്താ? സ്മൃതിക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്, എന്താ മഹതിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അതിൽ സ്ത്രീവിരുദ്ധതയുണ്ട് K. മുരളീധരന്റെ വാചകത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അതിനോട് നമുക്ക് യോജിക്കാനേ പറ്റുകയില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇതാണ്, ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ പറയുന്ന KK രാഗേഷിനെ തന്നെ വിമർശിച്ചായിരുന്നു പോസ്റ്റെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ നിലപാട്? ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണം എന്താകുമായിരുന്നു? അതെ, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഈ പാദസേവ ചെയ്യുന്ന ഒരു വനിതാ ഓഫീസർ ഒരു മഹതിയാണെന്ന് അവർ പറഞ്ഞതിനകത്ത് സ്ത്രീവിരുദ്ധതയിലെന്ന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഈ മഹതിയും പെടും എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതികരണമാണ്. അതിലൊന്നും സ്ത്രീവിരുദ്ധതയില്ല. സ്ത്രീവിരുദ്ധയൊക്കെ ഇഷ്ടം പോലെ വേറെ നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു വാചകത്തിലൊന്നും പറയണ്ട. ഇവിടെ CPM നേതാക്കൾ നടത്തിയ വിമർശനങ്ങളൊക്കെ വേറെയുണ്ട്. അതെങ്ങനെ നിങ്ങൾ ഈ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ വിമർശനത്തെ വെക്കാൻ പറ്റില്ല? ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് വേറെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളെയൊക്കെ ഉദ്ധരിക്കാം, പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ തന്നെ മറ്റു നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാചകങ്ങളിൽ ഞാനും K. മുരളീധരൻ പ്രതികരണം കേട്ടതാണ്, ആ ബൈറ്റ് കേട്ടതാണ്. അതിൽ സ്ത്രീവിരുദ്ധമായൊന്നുമില്ല, അതിൽ രാഷ്ട്രീയമേ ഉള്ളൂ.
പാദസേവ ശ്രീവിരുദ്ധതയല്ലേ? പാദസേവയുടെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കിക്കൊള്ളുന്നു, പാദത്തിന് കൈകൊണ്ടുകൊണ്ട് സേവ ചെയ്യുക, പുഷ്പങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നും രാവിലെ. കേരളീയ സംസ്കാരത്തിന് ചേർന്നാണോ അത്? അങ്ങനെ പറഞ്ഞൊരു കെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന് നിങ്ങൾ വെള്ളം പൂശുന്നത് എത്ര ലജ്ജാകരമാ. നിങ്ങൾ അദ്ദേഹം രാഷ്ട്രീയം പറയട്ടെ, അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാദസേവ ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരെ പറ്റി ഞാൻ ചോദിച്ചല്ലോ, അതിന് മറുപടി കിട്ടിയില്ലെന്നേ. അജിത് കുമാറിന്റെ കാര്യത്തിൽ ശ്രുതി എനിക്ക് താങ്കളുടെ തന്നെ സമയമാണ്, താങ്കൾ തന്നെ പറഞ്ഞു. ചെയ്യുന്നവരിൽ ഒരാളെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ശ്രുതി എന്നെ കൂടെ പറയിപ്പിക്കുന്നില്ല. പാദസേവ ചെയ്യുന്നവരിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഇവർക്ക് എക്സംഷൻ ഉണ്ടോ? ഇവർ പാദസേവ ചെയ്യാന്നല്ലേ പറഞ്ഞത്? അത് ആരെക്കുറിച്ച് അവർ ഈ കെ മുരളീധരൻ പറഞ്ഞത്? കേരളം ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഈ UDF പിന്തുണയ്ക്കുന്നവർ വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കെ മുരളീധരനെതിരെ. നിങ്ങളത് മനസ്സിലാക്കണം. കേരളം ഒന്നും പൊറുക്കത്തില്ല. ഇനി രണ്ടാമത് അവരെന്ത് രാഷ്ട്രീയം ഇവിടെ പറഞ്ഞത്? ഇനി കേരള സർക്കാരിനെ വിമർശിച്ചാൽ ഈ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോക്കിയിരിക്കുമോ നിങ്ങൾ ചോദിച്ചു? നോക്കിയിരിക്കുകയല്ല. ഒരു IAS ഉദ്യോഗസ്ഥനും തന്റെ ബോസിനെതിരെ, തന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ, തന്റെ മുഖ്യമന്ത്രിക്കെതിരെ, അല്ലെ ആ വകുപ്പിനെതിരെ വിമർശിക്കാൻ, ആ മുഖ്യമന്ത്രിക്കെതിരെ വിമർശിക്കാനുള്ള അധികാരം ഒരു IAS ഉദ്യോഗസ്ഥനില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമില്ല. സർക്കാരിനെ വിമർശിക്കുകയോ ചെയ്യുകയല്ല ഞാൻ ചോദിച്ചത്. പാർട്ടിയെ, ഈ പറയുന്ന KK രാഗേഷിനെ വിമർശിച്ച് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പോണത് അല്ലേ? ഞാൻ പറയുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയല്ല, സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് IAS ഉദ്യോഗസ്ഥർ, ഒരു സംശയമില്ല. ഞാൻ ചോദിച്ചത് KK രാഗേഷ്, ജില്ലാ സെക്രട്ടറിയായി പോകുന്ന KK രാഗേഷിനെ വിമർശിച്ചായിരുന്നു പോസ്റ്റെങ്കിൽ എന്താകുമായിരുന്നു സമീപനം? അല്ല, അവര് വിമർശിച്ചില്ലല്ലോ, പിന്നെ എന്തായിരുന്നു ചോദിക്കേണ്ടത്? അതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് അവരല്ല, ആ വ്യക്തി എന്ന് വേണ്ട, അതിൽ അത് ദിവ്യ സയ്യർ വേണ്ട, വേറെ ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥനാകട്ടെ, എന്താകുമായിരുന്നു പ്രതികരണം? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഇതെന്താണ് മെസ്സേജ്? എന്താണ് നിങ്ങൾക്ക് വാരോളം പുകഴ്ത്താം, നിങ്ങൾക്ക് നല്ല പൊസിഷൻ കിട്ടും, ഇതാണോ സന്ദേശം? വിമർശിച്ചാൽ തിരിച്ചടി ഉണ്ടാകും, വീട്ടിലിരുത്തും, ഇതാണോ സന്ദേശം? അതിലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഒന്ന് കേൾക്കാനായിട്ടുള്ള ഒരു 10 സെക്കൻഡ് എനിക്ക് തരൂ. ആ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ലോകത്തിൽ അല്ല, പ്ലീസ്, അങ്ങനെയാണെന്നെങ്കിൽ ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. കേരളം എന്ന് പറയുന്ന കേരളത്തിലൊരു സർക്കാരുണ്ടെന്നും കേരളത്തിലെ സർക്കാർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ലോകത്തിന് മാതൃകയാണെന്നും നല്ലൊരു ഗവൺമെന്റ് ആണെന്നും ഇങ്ങനൊരു ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിൽ വരേണ്ടതെന്നുള്ള ഒരു ഗുഡ് മെസ്സേജ് അതിലൂടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് അത് സൂഹിക്കത്തില്ല, കോൺഗ്രസ്സുകാർക്ക് അത് സൂഹിക്കത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? വിനാശകാല വിപരീത ബുദ്ധി. അവരുടെ തന്നെ സമന്നതനായ ഒരു യുവ നേതാവിന്റെ ഭാര്യയായിപ്പോയി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും കേരളത്തിലെ പൊതുസമൂഹം ദിവ്യായ സൈരെ കുറിച്ച് നല്ല വാക്കുകൾ പറയത്തുള്ളൂ. ഒറ്റ ഉദാഹരണം ഭരിക്കുന്നവരെയും ഭരിക്കുന്ന പാർട്ടിയെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന മെസ്സേജ് കൂടിയുണ്ട് അല്ലേ? അതെങ്ങനെയാ? അത് അവർ അങ്ങനെ ഒരു മെസ്സേജ് എങ്ങനെയാണ് ഇതിനോട് വരുന്നത്? അവർ നന്മ പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ശ്രുതി, അതൊന്ന് കേൾക്കൂ. താൻ കോട്ടയം സബ് കളക്ടർ ആയിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി. എനിക്ക് നല്ല സഹകരണം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ? നിങ്ങൾ പറയൂ. ഇന്ന് അവർ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് നേരത്തെ തന്നെ ഒരു മിനിറ്റ് ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് നേരത്തെ തന്നെ ഈ ദിവ്യ സയ്യർ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. ആരും ഒന്നും വിമർശിച്ചില്ലല്ലോ. വിമർശിച്ചോ? അത് അവരുടെ ഒരു അഭിപ്രായമായി നിന്നില്ല, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നു. ഉദ്യോഗസ്ഥയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവം. ശരി, ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പുകഴ്ത്താൻ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് സാധിക്കുമോ, ചെയ്യാമോ എന്നുള്ളതാണ്. അല്ല, മറുപടി കേൾക്കാതെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തകനെയോ KK രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് അല്ല, ഇത് KK രാഗേഷിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള രാഷ്ട്രീയ പൊസിഷനോ വേണ്ടി അവരൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി സെക്രട്ടറി എന്ന് പറയുന്ന ഔദ്യോഗിക പോസ്റ്റ് ഇരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറയാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വിവാദമാക്കണമെന്നും ചർച്ചയാക്കണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയും സംശയിക്കാമല്ലോ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്ത് സംശയിക്കാം? കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ കുറിച്ചും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഫ്രീഡത്തെക്കുറിച്ചും നല്ല ഉദ്യോഗസ്ഥന്മാരെ നല്ല പോസ്റ്റ് ഇരുത്തിക്കൊണ്ട് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വിഷമം.
Debate with Smriti Parathikkad.